കാരുണ്യാമൃതവാരിധിം കരലസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദം ഭോജം വരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി വിരിപുണ്ണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 22-ാം സർഗം സേതുബന്ധനം എന്നുള്ള സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആ സമുദ്രം അത്രയും ദിവസം തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് വഴി കൊടുക്കാതിരുന്നപ്പോൾ കുപിതനായി ആ രാമൻ സഗരത്തിനോട് ഇങ്ങനെ പറഞ്ഞു: പെരുങ്കടലേ, പാതാളത്തോടൊത്ത നിന്നെ ഇന്ന് ഞാൻ വറ്റിച്ചു കളയാം. കടലേ, എൻ്റെ അമ്പേറ്റ് നീരുപറ്റി ജന്തുക്കൾ ചത്ത നിന്നിൽ നിന്ന് പിരിയ പൊടിപടലം പൊങ്ങും. സഗരമേ, എൻ്റെ വില്ലിൽ നിന്ന് ഉതിർന്ന ശരനിര മേൽ കൂടി മർക്കടന്മാർ നടന്ന് അക്കരയെത്തും. ആ രാക്ഷസന്മാരുടെ സ്ഥലം എൻ്റെ പൗരുഷവും വിക്രമവും കൊണ്ട് ഞാൻ കീഴടക്കുക തന്നെ ചെയ്യും. അതിന് നിനക്ക് വഴി തരാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ ആപത്തിനെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ബ്രഹ്മദണ്ഡത്തിന് സമാനമായ ആ ശരമെടുത്ത് ബ്രഹ്മാസ്ത്രത്തിനോട് യോജിപ്പിച്ച് ശ്രേഷ്ഠമായ വില്ലിൽ തൊടുത്ത് മഹാബാഹുവായ രാമൻ ഞാൻ വലിച്ചു. രാമൻ പെട്ടെന്ന് വില്ലു വലിച്ചപ്പോൾ മണ്ണും ആകാശവും എല്ലാം പിളർന്ന പോലെ പർവ്വതങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. ലോകത്താകെ ഇരുട്ടുമൂടി, ദിക്കുകളൊന്നും തിളങ്ങാതെയായി. പൊയ്കകളും പുഴകളും ഒക്കെ കലങ്ങി മറഞ്ഞു. നക്ഷത്രങ്ങളോടൊത്ത് ചന്ദ്രസൂര്യന്മാർ വിലങ്ങത്തിൽ കറങ്ങി. സൂര്യകിരണങ്ങൾ മങ്ങിയതിനാൽ ആകാശം ഇരുളിലാണ്ടു. അപ്പോൾ ആകാശം നൂറുകണക്കിന് കൊള്ളിമീനുകൾ കൊണ്ട് വിളങ്ങി. ആകാശത്ത് നിന്ന് മിന്നൽപ്പിണർ ഭയങ്കരമായ മുഴക്കത്തോടെ പുറപ്പെട്ടു. ദിവ്യന്മാരായ കാറ്റുകൾ അതിവേഗത്തോടെ വീശാൻ തുടങ്ങി. മയിലുകളും മറ്റും മുകളിലോട്ട് ഉയർന്നു. മരങ്ങൾ ഒടിഞ്ഞു. കൊടുമുടികളെല്ലാം വിറച്ചുകൊണ്ട് നിന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും ദുശ്ശഗുണങ്ങൾ അല്ലെങ്കിൽ ദുർലക്ഷണങ്ങൾ ധാരാളമായിട്ട് അവിടെ പ്രത്യക്ഷമായി എന്ന് പറയാണ്. ജന്തുക്കളൊക്കെ പേടിച്ച് വിറച്ച് മറിഞ്ഞു വീണു. എല്ലാവരും ഉറക്കെ കരയാൻ ആരംഭിച്ചു. പേടികൊണ്ട് അനങ്ങാൻ വയ്യാത്ത രീതിയിലായി അവർ. ജന്തുക്കളോടും തിരമാലകളോടും നാഗങ്ങളോടും രാക്ഷസന്മാരോടും കൂടിയ വൻകടൽ പെട്ടെന്ന് അതിഭയങ്കരമായ വേഗത്തോടു കൂടിയതായിട്ട് ഭാവിച്ചു. കടൽ കരയിൽ നിന്ന് ഒരു യോജന പിന്നോട്ട് മാറി എന്ന് കണ്ടു. ഇങ്ങനെ പിന്നോട്ട് മാറുന്ന ഉദ്ധതനായ കടലിനെ ശത്രുനാശകനായ രാമൻ ആക്രമിക്കാൻ ശ്രമിച്ചില്ല. പിന്നെ സമുദ്രമധ്യത്തിൽ നിന്ന് ആ ഉദയസൂര്യൻ ഉദയപർവ്വതമായ മഹാമേരുവിൽ നിന്ന് എപ്രകാരമാണോ സൂര്യൻ ഉയർന്നു വരുന്നത്, അതുപോലെ ആ സഗരം സ്വയം ദിവ്യ രൂപം ധരിച്ചുകൊണ്ട് ഉയർന്നു വന്നു എന്ന് പറയാണ്. തിളങ്ങുന്ന നഖങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. സ്നിഗ്ധമായ വൈഡൂര്യത്തിൻ്റെ നിറമുള്ളവനായിരുന്നു അദ്ദേഹം. കനകാഭരണങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. രക്തമാലകളും ധരിച്ചിരുന്നു. താമരപ്പൂ പോലെയുള്ള കണ്ണുകളായിരുന്നു. എല്ലാ പുഷ്പങ്ങളെ കൊണ്ടുള്ള മാലകൾ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഉണ്ടായിരുന്നു. പൊൻപണ്ടങ്ങളും തങ്കം കൊണ്ടുള്ള ആഭരണങ്ങളും ഒക്കെ ചർത്തിയിരുന്നു. തന്നിൽ പിറന്ന രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഉത്തമ ആഭരണങ്ങളും അദ്ദേഹം ധരിച്ചിരുന്നു. ഹിമവാനെ പോലെ പല ധാതുക്കളെ കൊണ്ടും ശോഭിക്കുന്നവനായിരുന്നു ആ സഗരം. കൗസ്തുഭ രത്നത്തിൻ്റെ സഹോദരമായ ഒറ്റയിഴ മുത്തുമാല അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ശോഭിച്ചിരുന്നു. കറങ്ങുന്ന മുകിൽമാലകളുണ്ടായിരുന്നു. കാറും കോളും കൊണ്ട് ചുഴപ്പെട്ടവനായിരുന്നു. സിന്ധു, ഗംഗ തുടങ്ങിയ നദികളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വട്ടം കറങ്ങിയ ഈ നക്രങ്ങൾ, തിമിംഗലങ്ങളും അങ്ങനെയുള്ളവരോടും അതുപോലെ രാക്ഷസന്മാരോടും എല്ലാം കൂടിയാണ് അദ്ദേഹം ആ ഭഗവാന്റെ രാമചന്ദ്രൻ്റെ മുന്നിലെത്തി. ഈ വിധമുള്ള വീര്യവാനായ സാഗരം രാമനെ അടുത്തെത്തി കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്: അല്ലേ രാമ, ഭൂമി, ആകാശം, വായു, ജലം, ജ്യോതിസ് ഇവയെല്ലാം സൗമ്യ ശാശ്വതമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവരാണ്. അവർക്ക് സ്ഥിരമായിട്ടൊരു സ്വഭാവമുണ്ട്. അഗാധത, ദുസ്തരത ഇതൊക്കെയാണ് എൻ്റെ സ്വഭാവം. ആഴമില്ലായ്മയാകുന്നു എൻ്റെ വികാരം. അങ്ങയോട് ഞാനിപ്പോൾ പറയുന്നു: ഹേ രാജകുമാര, കാമം കൊണ്ടോ ലോഭം കൊണ്ടോ ഭയം കൊണ്ടോ ഞാൻ ഈ ജലത്തെ ഒരിക്കലും സ്തംഭിപ്പിക്കാറില്ല. അങ്ങേക്ക് പോകാൻ വേണ്ട മാർഗം ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. അങ്ങേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങയെ താങ്ങിക്കൊള്ളാം.
സേന മറുകര എത്തും വരെ യാതൊരു തരത്തിലുള്ള തിമിംഗലങ്ങളോ മറ്റു ഉപദ്രവവും ചെയ്യുകയില്ല. അതുകൊണ്ട് വാനരന്മാർക്ക് കടക്കാൻ വേണ്ട സ്ഥലം ഞാൻ തരാം എന്ന് പറഞ്ഞു. രാമനപ്പം പറഞ്ഞു, വരുണാലയ കേൾക്കൂ, ഈ മഹാബാണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഒരിക്കലും ഇത് തൊടുത്തു കഴിഞ്ഞാൽ അത് പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എവിടേക്ക് അയക്കണമെന്ന് അങ്ങ് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ആ വടക്ക് ഭാഗത്ത് പുണ്യമായ ഒരു സ്ഥലമുണ്ട്, ധുമകുല്യ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ദസ്യുക്കൾ എന്ന് പറയുന്ന ധാരാളം ദുഷ്ടന്മാർ താമസിക്കുന്നുണ്ട്. അവരെ അങ്ങയുടെ ഈ അസ്ത്രം കൊണ്ട് ഹനിക്കുകയാണെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ സഹായമായി തീരും. കാരണം ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ ശല്യം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നറിയിച്ചു. മഹാത്മാവായ ആ സഗരത്തിൻ്റെ വാക്ക് കേട്ട് രാമൻ ആ ദീപ്തമായ ശരത്തെ സഗരം കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് അയച്ചു. ഇടിവാൾ പോലെ തിങ്ങുന്ന ശരം പതിച്ച ആ സ്ഥാനം പിന്നീട് മരുകാന്താരം എന്ന പേരിൽ മരുഭൂമി പോലെയായി മാറി എന്നാണ് പറയുന്നത്. അമ്പേറ്റ് ഭൂമി അപ്പോൾ ഇരമ്പി. അമ്പേറ്റ് മുറിവിൽ കൂടി രസാതലത്തിൽ നിന്നും ജലം മുകളിലേക്ക് കുതിച്ചു എന്ന് പറയുന്നു. അതിനെ ഇന്നിപ്പോൾ വ്രണകൂപം എന്നാണ് അറിയപ്പെടുന്നത്. കടലിലെന്ന പോലെ അവിടെ എപ്പോഴും ജലം ഉയർന്നൊഴുകുന്നത് കാണാം. പിളർപ്പ് കൊണ്ട് കടുത്ത ശബ്ദമുണ്ടായി. ആ ശരപാതം കൊണ്ട് കുഴിയുള്ള വെള്ളം വാറി. മുപ്പാരിലും അത് മരുകാന്താരം എന്ന് പ്രസിദ്ധമായി. ആ കടൽ വറ്റിച്ച് ദേവവിക്രമനും വിദ്വാനുമായ രാമൻ മരുവിന് വരം നൽകി. പശുക്കൾക്ക് യോജിച്ച ഇടം, രോഗങ്ങൾ കുറവ്, കായും കിഴങ്ങും തേനും സുലഭം, എണ്ണയും പാലും ധാരാളം, പലതരം ഔഷധികൾ, സുഗന്ധം എന്നിങ്ങനെയുള്ള ആ ഗുണങ്ങളെല്ലാം ഈ മരുകാന്താരം എന്ന പ്രദേശത്ത് രാമൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി എന്ന് പറയാണ്. പിന്നീട് ആ സർവശാസ്ത്രജ്ഞനായ രാമനോട് മരുത്പതി ഇങ്ങനെ പറഞ്ഞു, സൗമ്യ, വിശ്വകർമാവിൻ്റെ പുത്രനായ ഈ നളൻ അച്ഛനിൽ നിന്നും വരം ലഭിച്ചവനും അച്ഛന് പ്രിയപ്പെട്ടവനുമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഈ കടലിൽ സേതു നിർമ്മിക്കട്ടെ, ഞാൻ അത് താങ്ങി നിന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ ആ നളൻ എഴുന്നേറ്റ് മഹാബലനായ രാമനോട് പറഞ്ഞു, ഈ വലിയ സമുദ്രത്തിൽ അച്ഛൻ്റെ സാമർഥ്യം ഉള്ളതുകൊണ്ട് ഞാൻ ചിറകെട്ടാം. സാഗരം ചൊല്ലിയത് സത്യം തന്നെയാണ്. ലോകത്തിന് മനുഷ്യന് ദണ്ഡം തന്നെ യുക്തം എന്നത്രേ എൻ്റെ പക്ഷം. കൃതജ്ഞതയില്ലാത്തവരോട് ക്ഷമയോ സാമമോ ദാനമോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവരെ പീഡിപ്പിക്കുക തന്നെയാണ്, ശിക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. ഈ വലിയ സാഗരം ദണ്ഡം കൊണ്ടാണല്ലോ ഇപ്പോൾ അങ്ങേക്ക് ചിറകെട്ടുന്നതിന് സ്ഥലം വിട്ടു തന്നത്. വിശ്വകർമാവ് മന്ദിരത്തിൽ എൻ്റെ അമ്മയ്ക്കൊരു വരം നൽകി, ദേവി ഭഗവതിക്ക് എനിക്ക് തുല്യനായ ഒരു പുത്രൻ പിറക്കുമെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്, വിശ്വകർമാവിന് തുല്യനാണ് ഞാൻ. അതിനാൽ എനിക്കത് ഓർമ്മ വന്നു. കടൽ പറഞ്ഞത് ശരിയാണ്. ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നത് ശരിയായിരിക്കാം. എന്തായാലും ഈ സമുദ്രത്തിൽ ചിറകെട്ടാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമൻ 100,000 വാനരന്മാരെ അദ്ദേഹത്തിനെ സഹായിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയാണ്. അവർ പലതരത്തിലുള്ള വൃക്ഷങ്ങളും കല്ലുകളും മരങ്ങളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇട്ടു. അപ്പോൾ അന്ന് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പർവ്വതങ്ങളുമൊക്കെ അടർത്തിയെടുത്ത് യന്ത്രങ്ങളിൽ കയറ്റി കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് അവർ ആ ചിറ കെട്ടിത്തുടങ്ങി എന്ന് പറയാണ്. രാമൻ്റെ ആജ്ഞ അനുസരിച്ച് ചിറ പടുക്കുന്നുണ്ട്, ചിലർ കുറ്റിയടിക്കുന്നുണ്ട്, ചിലർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഒന്നാം ദിവസം 20 യോജനയും, ഒന്നാം ദിവസം 14 യോജനയും, രണ്ടാം ദിവസം 20 യോജനയും, മൂന്നാം ദിവസം 21 യോജനയും, നാലാം ദിവസം 22 യോജനയും പണിതു. അഞ്ചാം ദിവസം 23 യോജന കൂടി ചേർത്തതോടുകൂടി 5 ദിവസം കൊണ്ട് ആ കടലിൽ അവർ ചിറകെട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ബണ്ട് നിർമ്മാണം അങ്ങനെയായിരുന്നിരിക്കാം എന്ന് നമുക്ക് സങ്കല്പിക്കാം. സമുദ്രത്തിൻ്റെ നടുവിലൂടെ ഒരു ചിറകെട്ടാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ആ സുന്ദരമായ സമുദ്രത്തിൻ്റെ നടുക്കുള്ള മാർഗത്തിലൂടെ എല്ലാവരും അപ്പുറത്തേക്ക് കടക്കാനായിട്ട് തയ്യാറായി എന്ന് പറയുന്നത്. ആകാശത്തിൽ ദേവന്മാരും മറ്റുമൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നു നിന്നു എന്ന് പറയുന്നു. അങ്ങനെ 10 യോജന വിസ്താരവും 100 യോജന നീളവുമുള്ളതായിരുന്നു അത്. അതിലൂടെ കുരങ്ങന്മാർ ഓടിയും ചാടിയും ഒക്കെ അപ്പുറത്തേക്ക് കടക്കാൻ ആരംഭിച്ചു. അപ്പോൾ സുഗ്രീവൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ഹനുമാൻ്റെ മേൽ കയറുക, ലക്ഷ്മണൻ അംഗദൻ്റെയും. അങ്ങനെ മകരാലയമായ ഈ സമുദ്രം വളരെ വിസ്തൃതമാണല്ലോ, നിങ്ങളെ ഇരുവരെയും ഈ വനരന്മാർ ആകാശത്തൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ആ സേനയുടെ മുന്നിൽ ലക്ഷ്മണനോടും സുഗ്രീവനോടുമൊത്ത് രാമൻ വില്ലുമെടുത്ത് യാത്ര ചെയ്തു. ചില
വാനരർ നടുക്ക് നടന്നു. ചിലർ രണ്ട് വശങ്ങളിലൂടെ പോയി, ചിലർ വെള്ളത്തിലൊക്കെ വീണു, അവിടെ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് വന്നു, ചിലർ ആകാശത്തിലൂടെ ഗരുഡനെ പോലെ പറന്നു നോക്കി. അങ്ങനെ പലതരത്തിൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആ മഹർഷിമാരാലും ദേവന്മാരാലും എല്ലാം പൂജിതനായിട്ട് ഭഗവാൻ രാമചന്ദ്രൻ ആ സേതുവിനെ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്.